ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ നമ്മൾ ആവർത്തിച്ചു കേട്ട വാക്കുകളിൽ ഒന്നാണ് കച്ചത്തീവ് കച്ചത്തീവ് എന്ന്. എന്താണ് ഈ കച്ചത്തീവ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു ദ്വീപാണിത്. കടലിന് നടുവിലെ ആൾതാമസമില്ലാത്ത ഈ ദ്വീപിന് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു കാര്യം? അതിലേക്ക് വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തമിഴ്നാട്ടിൽ വന്നുവോ അപ്പോഴെല്ലാം കച്ചത്തീവ് എന്ന ദ്വീപിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അവകാശപ്പെട്ട ഈ ദ്വീപിനെ മുൻകാലങ്ങളിലെ കോൺഗ്രസ് സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു എന്നതാണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും ആരോപണം. എന്താണ് കച്ചത്തീവിന്റെ ചരിത്രം? എങ്ങനെയാണ് കച്ചത്തീവ് ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി മാറുന്നത്? വിശദമായി നോക്കാം. 1974 അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യക്ക് അവകാശപ്പെട്ട കച്ചത്തീവ് ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വെറുതെ വിട്ടു നൽകിയെന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചതോടെയാണ് കച്ചത്തീവ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന പരാമർശം ദേശീയ തലത്തിലുൾപ്പെടെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കി. ഈ കഴിഞ്ഞ ദിവസവും തമിഴ്നാട്ടിൽ റോഡ് ഷോയ്ക്കെത്തിയ പ്രധാനമന്ത്രി ഇതേ പരാമർശങ്ങൾ ആവർത്തിച്ചു. അതോടെ ആളുകൾ കച്ചത്തീവിന്റെ ചരിത്രം തിരിഞ്ഞു തുടങ്ങി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് 14ാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരം തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ജനവാസമില്ല. ശുദ്ധജലമില്ലാത്തതാണ് ആൾതാമസമില്ലാത്തതിന്റെ കാരണം. വിശുദ്ധ സെയിന്റ് ആന്റണിയുടെ പേരിലുള്ള ഒരു പള്ളി മാത്രമാണ് ഈ ദ്വീപിലുള്ളത്. ഇവിടുത്തെ പെരുന്നാൾ ആഘോഷത്തിന് ഇരു രാജ്യങ്ങളിലെയും വിശ്വാസികൾ എത്താറുമുണ്ട്. പ്രാചീന മധ്യകാലഘട്ടത്തിൽ ശ്രീലങ്കയിലെ ജാഫ്ന രാജവംശമാണ് ദ്വീപിന്റെ ഉടമസ്ഥാവകാശം കൈയടക്കി വെച്ചിരുന്നത്. എന്നാൽ 17ാം നൂറ്റാണ്ടിൽ രാംനാഥപുരം രാജാവിന്റെ സെമീന്ദാറിലേക്ക് ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശം എത്തി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി കച്ചത്തീവ് മാറുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഇരു രാജ്യങ്ങളും എല്ലാ കാലത്തും ദ്വീപിന്റെ മേൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളെയാണ് ഈ തർക്കം പ്രത്യക്ഷത്തിൽ ബാധിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പിലും കച്ചത്തീവ് തർക്കം ഇങ്ങനെ കത്തി നിൽക്കെ 1974 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്ത് ഇന്ത്യ ശ്രീലങ്ക ഉഭയകക്ഷി കരാർ ഒപ്പിട്ടു. ഇത് പ്രകാരം കച്ചത്തീവ് ലങ്കയ്ക്ക് നൽകുകയും ചെയ്തു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കച്ചത്തീവ് അത്ര തന്ത്രപ്രധാന മേഖല അല്ലായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേരിട്ട അണുബോംബ് പരീക്ഷണം നടത്തുന്നത്. ആ സമയത്ത് ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വെറുതെ വിട്ടു നൽകിയതെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. പക്ഷേ 74ലെ കരാർ ശ്രീലങ്ക മറ്റൊരു രീതിയിലാണ് നടപ്പിലാക്കിയത്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യൻ പൗരന്മാർക്കും തീർത്ഥാടകർക്കും ശ്രീലങ്ക ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതികളൊന്നും കൂടാതെ തന്നെ ശ്രീലങ്കയിലെ കച്ചത്തീവിൽ സ്വതന്ത്രമായി പ്രവേശിക്കാമെന്ന കരാർ ശ്രീലങ്ക വ്യാഖ്യാനിച്ചത് മറ്റൊരു രീതിയിലാണ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വരാം, പള്ളിയിൽ ആരാധന നടത്താം, പക്ഷേ മീൻ പിടിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ശ്രീലങ്ക നിലപാടെടുത്തത്. മത്സ്യബന്ധനത്തെ ചൊല്ലി തർക്കം പതിവായപ്പോൾ 1976 മറ്റൊരു കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നു. ഇരു കൂട്ടരുടെയും സമുദ്രാതിർത്തിയിൽ മത്സ്യബന്ധനം വിലക്കിയതായിരുന്നു ആ കരാർ. പക്ഷേ കടലിന്റെ കാര്യമാണ്. പലപ്പോഴും അതിർത്തിക്കപ്പുറം മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ പോയി. പലരും ശ്രീലങ്കൻ സേനയുടെ പിടിയിലായി. തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ശ്രീലങ്ക പലപ്പോഴും പിടിച്ചെടുത്തു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2023 74 മത്സ്യത്തൊഴിലാളികളെയാണ് ഇങ്ങനെ പിടിച്ചത്. 2022 80ഉം 2021 159 പേരുമാണ് ഇത്തരത്തിൽ പിടിയിലായത്. ആദ്യം മുതലേ തമിഴ്നാട് സംസ്ഥാനം കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതിന് എതിരായിരുന്നു. 1991 കച്ചത്തീവ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് പ്രമേയവും പാസാക്കി. 2008 തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയിലും ഇതേ വിഷയം എത്തിച്ചു. ഇന്നത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെ കച്ചത്തീവിനെ തിരിച്ചെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം പോലും കത്തയക്കുകയും ചെയ്തു. എന്നാൽ 50 വർഷം മുൻപ് പരിഹാരമാക്കിയ വിഷയത്തിൽ ഇനി യാതൊരു സംസാരവും വേണ്ടെന്ന നിലപാടിലാണ് ശ്രീലങ്ക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കച്ചത്തീവ് വോട്ടാക്കി മാറ്റാമെന്ന നിലപാടിലാണ് BJPയുടെ കരുനീക്കങ്ങൾ.